ആമുഖം വേണ്ടാത്ത 4 എഴുത്തുകാര്, അവതാരിക വേണ്ടാത്ത എഴുത്തുകാര്, കേരളത്തിന് സുപരിചിതരായ 4 പേര്, എഴുത്തിലൂടെ ആരാധിച്ച എഴുത്തുകാരാണ്. ഇവരെ നേരിൽ കാണാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ നമുക്ക് ആഗ്രഹിച്ചിട്ടുണ്ട്. നമുക്ക് പറയാനുള്ള ചോദ്യങ്ങള് ഇവരോട് ചോദിക്കാനുള്ള അവസരവുമുണ്ട്. ഈ 4 എഴുത്തുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവരിലെ 2 പേര് വയലാർ അവാർഡ് ജേതാക്കളാണ്. അശോകൻ ചെരുവില് ഇവിടെ ഇരിക്കുന്നത് കാട്ടൂർക്കടവ് എന്ന നോവലിലൂടെ വയലാർ അവാർഡ് നേടിയതിന്റെ തിളക്കത്തിലാണ്. കരപ്പുറത്തിന്റെ ഇതിഹാസം എഴുതി നേരത്തെ തന്നെ വയലാർ അവാർഡ് നേടിയിട്ടുണ്ട് KV മോഹൻകുമാർ. ഷിനിലാലും ഹാഫിസ് മുഹമ്മദ്, ഈ 2 പേര് വരാൻ പോകുന്ന വർഷങ്ങളിൽ വയലാർ അവാർഡ് നേടാൻ പോകുന്ന ആൾക്കാരാണ്. അതാണ് ഇവരെ ഒരുമിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ആദ്യത്തെ ചോദ്യം അശോകൻ ചെരുവിലിനോടാണ്. അശോകൻ ചെരുവിൽ ശരിക്കും 2 അശോകൻ ചെരുവിലുണ്ട്. രാഷ്ട്രീയക്കാരനായിട്ടുള്ള അശോകൻ ചെരുവിലും എഴുത്തുകാരനായിട്ടുള്ള അശോകൻ ചെരുവിലും. ഈ 2 പേരും തമ്മിലുള്ള സംഘർഷത്തെ ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും തീവ്രമായിട്ട് ആവിഷ്കരിച്ച നോവലാണ് കാട്ടൂർക്കടവ്. ആ കാട്ടൂർക്കടവിൽ എന്ന ഒരു എഴുത്തുകാരനുണ്ട്. അയാൾക്ക് നട്ടെല്ലില്ല. ആ നട്ടെല്ലില്ലാത്ത എഴുത്തുകാരന്റെ നട്ടെല്ലെന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. അയാൾ ആ നോവലില് വിമർശിക്കപ്പെടുന്നുണ്ട്. അതിലൂടെ വിമർശിക്കപ്പെടുന്നത് അശോകൻ ചെരുവിൽ തന്നെയാണ്. ശരിക്കും ഒരു ആത്മവിചാരണയാണ്. ഈ ആത്മവിചാരണയിലേക്ക് അശോകൻ ചെരുവിൽ എങ്ങനെയാണ് എത്തിയത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘർഷം താങ്കളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നോ? ഈ സംഘർഷത്തിന്റെ ഉത്തരം പറയാനാണോ ഈ നോവലിലൂടെ താങ്കൾ ശ്രമിച്ചത്? അത് അത്തരത്തിലുള്ള ഒരു 2 മനസ്സ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എഴുത്തുകാർക്ക്, ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എഴുത്തുകാരായിട്ടുള്ള എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കും. മാത്രമല്ല, നമ്മൾ ഈ കാലഘട്ടത്തിലെ എഴുത്തിൻ്റെ ഒരു സ്വഭാവം ആത്മവിമർശനം തന്നെ ആവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് പലതരം കാരണങ്ങളുണ്ട്. നമ്മുടെ ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ, നമ്മുടെ മനസ്സും ശരീരവും ഒന്നും തന്നെ നമ്മുടെ വരുതിയിലല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ നിരന്തരമായി നോക്കിക്കാണുകയും വിമർശിക്കുകയും അതിൽ നിന്നാണ് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉൾക്കാഴ്ച നമ്മളെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അതാണ് കാട്ടൂർക്കടവ് നോവലില് 2 കഥാപാത്രങ്ങളിലൂടെ ഏതാണ്ട് ഒരു വ്യക്തിയാണെന്നൊക്കെ സംസാരിച്ചുകൊണ്ടാണ് അത് പോകുന്നത്. അത് 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഘർഷം അതിലുണ്ട്. പിന്നെ നമ്മൾ ഒരു സാമൂഹ്യ ജീവിയാണ്, സാധാരണ മനുഷ്യനാണ്, അതുപോലെ തന്നെ എഴുത്തുകാരനാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ ലോകത്ത് സമാധാനം പുലർന്നു കാണണമെന്നും ഒരു മതേതര സാമൂഹ്യ ജീവിതം ഇവിടെ ഉണ്ടാവണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നു. അതുപോലെ ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് സാധിക്കാനായിട്ട് ഞാൻ മാത്രം വിചാരിച്ചാൽ കഴിയില്ല. ഞാൻ അത്രമാത്രം വലിയ പ്രതിഭാശാലിയോ നേതൃത്വ ശേഷിയോ എന്നുള്ള ആളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊക്കെ വേണ്ടി പരിശ്രമിക്കുന്ന മറ്റ് സംഘടനകളും പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ടൊക്കെ ഒന്ന് സഹകരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ പല എഴുത്തുകാരും ബുദ്ധിജീവികളും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി കാത്തിരിക്കാറുണ്ട്. അത്തരത്തിൽ അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പൂർണ്ണമായും പരിപൂർണമായ ഒരു ശരിയായ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്. എന്തായാലും എനിക്കിനി അതിന് കാത്തിരിക്കാൻ സമയമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ തമ്മിൽ യോജിക്കാവുന്ന, കുറച്ചെങ്കിലും യോജിക്കാവുന്ന പ്രസ്ഥാനങ്ങളുമൊക്കെ ആയിട്ട് സഹകരിക്കാറുണ്ട്. അതാണ് എൻ്റെ ജീവിതം. പക്ഷെ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള എൻ്റെ ജീവിതം എഴുത്തിൽ സ്വാധീനിക്കുന്നുണ്ടാവാം. പക്ഷെ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ ആത്മവിമർശനം തന്നെയാണ് ഈ കാലഘട്ടത്തിലെ ഒരു വഴി എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു സംഘർഷം സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒട്ടുമിക്കവാറും എഴുത്തുകാരുടെ കാര്യത്തിലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷിനിലാല് എഴുത്തില് രാഷ്ട്രീയം പറയാന് ഒരിക്കലും മടി കാണിക്കാത്ത ഒരു എഴുത്തുകാരനാണ്. 124 എന്ന് പറയുന്ന ഷിനിലാലിന്റെ പ്രശസ്തമായ നോവലില് ഒരു എഴുത്തുകാരൻ ജയിലിലാക്കപ്പെടുന്നുണ്ട്. ആ എഴുത്തുകാരന്റെ പേരും ഷിനിലാലും തന്നെയാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുപ്രതിയെ നിങ്ങൾക്കറിയാം, മഹാത്മാഗാന്ധി തന്നെയാണ്. ഒറ്റ വെടിയുണ്ട കൊണ്ട് ഒരു എഴുത്തുകാരനെ തീർക്കാം എന്നാണ് ഷിനിലാൽ പറഞ്ഞത്. ഷിനിലാലിനോട് ചോദിക്കാനുള്ളത്, ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ എന്നെങ്കിലും ഒരു കാലത്ത് ആ നോവലിൽ കണ്ടതുപോലെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ചാർത്തേണ്ടി വരും,
അല്ലെങ്കിൽ എഴുത്തിന്റെ പേരിൽ ഭീഷണി നേരിടേണ്ടി വരും എന്നൊരു പേടി എന്നെങ്കിലും താങ്കളുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടോ? ഒരുപക്ഷെ ഒരാൾ എഴുത്തുകാരനായിരിക്കുന്നത് അയാൾ മാത്രമുള്ള ഒരു ലോകത്താണ്. അവിടെ അയാൾക്ക് ആരെയും ഭയം ഉണ്ടാവില്ല. ഇത് എപ്പോഴാണ് ഭയം വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ എഴുതിയതൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമേ അതിനെ ഭയത്തിനെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. എനിക്കൊന്ന് ലോകത്തെ ഒരു എഴുത്തുകാരനും, അതായത് സ്വതന്ത്രനായ ഒരു എഴുത്തുകാരനും എന്നെ ആരെങ്കിലും ഇത് എഴുതിയതിന്റെ പേരിൽ എന്നെ ആക്രമിക്കുമെന്നോ വിചാരിച്ചിട്ടല്ല എഴുതുന്നത്. അങ്ങനെ ഒരാൾ എഴുതി തുടങ്ങുന്ന സമയത്ത് അയാൾ എഴുത്തുകാരനല്ലാതായി തീരും. കാരണം എഴുത്തുകാരൻ എഴുതുന്ന നിമിഷത്തിലെങ്കിലും അയാൾ ഒരു സൃഷ്ടാവാണ്, ദൈവത്തിന് തുല്യനായ ഒരാളാണ്. അയാള് ഏകാഗിയുമാണ്. അയാൾ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ സിനിമാക്കാരനോ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒരുപാട് പരിവാരങ്ങളോ നേതാവോ ഏകാധിപതിയോ ഒക്കെ ആയിരിക്കാം. പക്ഷെ എഴുത്തുകാരൻ എന്നുള്ള ആ മണിക്കൂറുകളിൽ ജീവിതത്തിൽ അയാൾ എഴുത്തുകാരനായിരിക്കുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത് അയാൾ സ്രഷ്ടാവാണ്. അയാൾക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ എഴുതുന്ന സമയത്തോ എഴുതിയതിനു ശേഷമോ അത്തരം ഒരു ഭയം എന്നെ ബാധിച്ചിട്ടില്ല. ഞാൻ ഈ ടൈറ്റിലിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മുടെ ടൈറ്റിൽ ജീവിതത്തിന്റെ മഷിപ്പാത്രം എഴുത്തുകാരന്റെ പേന എന്നുള്ളതാണ്. എനിക്കത് വളരെ കാവ്യാത്മകമായി തോന്നിയതിന് കാരണം അത് വയലോപ്പള്ളിയുടെ വരിയിൽ നിന്നുണ്ടായതാണ്. തുടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിന്റെ കടലേ നമുക്ക് മഷിപ്പാത്രം. ഇത് വയലോപ്പള്ളിയുടെ വരിയിൽ നിന്നാണ് ഈ ടൈറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഇന്നലെ ട്രെയിനിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ ടൈറ്റിലിനെ കുറിച്ചാണ് ചിന്തിച്ചത്, അല്ലാതെ എൻ്റെ എഴുത്തിനെ കുറിച്ചല്ല. അതെനിക്ക് ഒരുപാട് ഉൾക്കാഴ്ചകൾ തന്നു. അതിൽ ചില കാര്യങ്ങൾ, അതായത് എത്രയും നൂറ്റാണ്ടുകൾ മനുഷ്യന് ചിന്താശേഷി ഉണ്ടായ കാലം മുതൽ മനുഷ്യന് ഭാവന കൊണ്ട് കഥയും ഒക്കെ പാട്ടും ഒക്കെ മെനഞ്ഞുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അങ്ങനെ എത്രയോ വലിയ എഴുത്തുകാർ ഈ കടലിൽ നിന്ന് അവരുടെ കൊച്ചു പേന വെച്ച് എഴുതിക്കൊണ്ടേയിരുന്നു. വലിയ വലിയ എഴുത്തുകാരുണ്ടായി. എന്നിട്ട് എഴുതി തീർന്നില്ല. വ്യാസനും ഹോമറും ഒക്കെ എഴുതി, പക്ഷെ എഴുതി തീർന്നില്ല. ഇപ്പൊ വീണ്ടും വന്നിരുന്ന അശോകൻ ചെരുവിൽ, ഷെനിലാൽ, കെ വി മോഹൻകുമാർ, എൻ പി ഹാഫിസ് മുഹമ്മദ് തുടങ്ങിയവരൊക്കെ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇത്രയുള്ള അർത്ഥം. ജീവിതം എന്ന് പറയുന്നത് ഇത് ജീവിതത്തിന്റെ മഷിപ്പാത്രമാണല്ലോ. ജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു യാദൃച്ഛികതകൾ കൊണ്ട് മനോഹരമായ ഒന്നാണ്. യാദൃച്ഛികതകൾ കൊണ്ട് തന്നെ അത്ഭുതപ്പെടുത്തുന്നതുമാണ്. അതിൻ്റെ അറ്റത്ത്, നമ്മുടെ ജീവിതത്തിന്റെ അറ്റത്ത് മരണം എന്ന് പറയുന്ന സംഗതി നിൽക്കുന്നുണ്ട്. ഇതാണ് ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിതവും ഓരോ സമൂഹം അനുഭവിക്കുന്ന ജീവിതവും എഴുത്തുകാരന് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഒരിക്കലും എഴുതി തീരാത്തത്. അതിലെ മായാമാനിനെ പോലെ അതിങ്ങനെ തെന്നി പോയിക്കൊണ്ടിരിക്കും. എഴുത്തുകാരൻ ആ ജീവിതത്തെ, മനുഷ്യാവസ്ഥയെ, ജീവിതാവസ്ഥയെ, ഈ ഹ്യൂമൻ പ്രെഡിക്കമെന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെ പിടിക്കാൻ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ, അടയാളപ്പെടുത്താനൊക്കെ ശ്രമിച്ച് ആ മാനിന്റെ പിറകെ നടക്കും. പക്ഷെ മാൻ ഓടി പോയിക്കൊണ്ടേയിരിക്കും, എഴുതി തീരുന്നേ ഇല്ല. ജീവിതം അങ്ങനെ തന്നെ, നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും, ജീവിതം അതിന്റെ പാട്ടിന് പോയിക്കൊണ്ടേയിരിക്കും. ഇതും കൂടെ പറയാം, ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. വൈലോപ്പിള്ളിയെ പറ്റി ഷിൻലാല് പറഞ്ഞു, പുഞ്ചിരി ഹാ കുലീനമാം കള്ളം, നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം. നെഞ്ചു കീറി എഴുത്തിൽ നേരിനെ കാണിച്ച രണ്ട് എഴുത്തുകാരാണ് അശോകൻ ചെരുവിലും ഷിൻലാലും. അവരിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് കരപ്പുറത്തിന്റെ ഇതിഹാസം എഴുതിയ കെ വി മോഹൻകുമാറിലേക്കാണ്. ചരിത്രത്തിലെ ഒറ്റ വരിയിൽ നിന്നാണ് കൈത്തറപ്പാപ്പിയെ കരപ്പുറത്തിന്റെ ഇതിഹാസത്തിലേക്ക്, ഉഷ്ണരാശിയിലേക്ക് കെ വി മോഹൻകുമാർ കൊണ്ടുവന്നത്. പ്രണയത്തിന്റെ മൂന്നാം കണ്ണുണ്ട് കെ വി മോഹൻകുമാറിന്. ദർശനത്തിന്റെ മൂന്നാം കണ്ണുണ്ട്. താന്ത്രിക് ബുദ്ധിസത്തെ പറ്റി അറിയാം. പക്ഷെ ചോദ്യം അതല്ല. ഒരു പീഡ, ഒരു എറുമ്പിന് പോലും വരരുത് എന്നാഗ്രഹിക്കുന്ന അഹിംസയുടെ ബുദ്ധിസത്തിൽ നിന്നും ഈ കരപ്പുറത്തിന്റെ ഇതിഹാസത്തിലേക്ക് വന്നപ്പോൾ വാരിക്കുന്തം കൊണ്ട് ചോരച്ചാലുകൾ നീന്തിയാണ് പുന്നപ്ര വയലാറിന്റെ ചരിത്രം കേരളം എഴുതിയത്. ഈ ബുദ്ധിസത്തെയും കമ്മ്യൂണിസത്തെയും അഹിംസയെയും ഹിംസയെയും കെ വി മോഹൻകുമാർ എങ്ങനെയാണ് തന്റെ വ്യക്തിത്വത്തിൽ യോജിപ്പിക്കുന്നത്? തന്റെ എഴുത്തിൽ അതിനെ എങ്ങനെയാണ് സംയോജിപ്പിക്കുന്നത്? ഇതാണ് ചോദ്യം. ഒരു എഴുത്തുകാരൻ പ്രധാനമായിട്ടും മാനവികതയുടെ വക്താവാണ്. മാനവികതയുടെ വക്താവായിരിക്കണം എഴുത്തുകാർ. എല്ലാ എഴുത്തുകാരും മാനവികതയുടെ വക്താക്കൾ തന്നെയാണ്, അല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
ഇവിടെ പ്രമോദ് ചോദിച്ച ചോദ്യങ്ങളെ കണക്ട് ചെയ്യുന്ന രണ്ട് ഘടകങ്ങൾ, ഈ രണ്ട് ഇവിടെ പരാമർശിച്ച നോവലുകളെയൊക്കെ ബന്ധിപ്പിക്കുന്ന രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്ന ഒന്ന് മാനവീയതയാണ്, രണ്ട് ജീവിത പ്രതിസന്ധികളാണ്. അപ്പം ഈ പറഞ്ഞ നോവലുകളിലെല്ലാം തന്നെ പ്രണയത്തിന്റെ മൂന്നാം കണ്ണിലായാലും ഉഷ്ണരാശിയിലായാലും എൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്ത ഉല എന്ന പുതിയ നോവലിലാണെങ്കിലും നമ്മളെല്ലാം അടയാളപ്പെടുത്തുന്നത് ജീവിത പ്രതിസന്ധികളെയാണ്. ആ ജീവിത പ്രതിസന്ധികളെ മാനവീയതയുടെ ഭാഗത്തു നിന്നും എഴുത്തുകാരൻ നിരീക്ഷിക്കുകയും അതിനെ അടയാളപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ഇന്നേ വരെയുള്ള വിക്ടർ യൂഗോ മുതൽ ഇങ്ങോട്ട് ഏത് എഴുത്തുകാരൻ്റെ ഏത് രചന എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പൊതുവായൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ മനുഷ്യ അവസ്ഥകളുടെ അന്വേഷണമാണ് എഴുത്തുകാരൻ നടത്തുന്നത്. നമുക്കല്ലെന്ന് പറയാൻ കഴിയില്ല. മിലാൻ കുന്ദേര പ്രശസ്ത നോവലിസ്റ്റാണ്, ചെക്ക് നോവലിസ്റ്റാണ്. മിലാൻ കുന്ദേര ദ കർട്ടൻ എന്ന പേരിലൊരു പ്രബന്ധ സമാഹാരം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ലിറ്ററേച്ചറിനെ കുറിച്ചും നോവലിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നത് ലിറ്ററേച്ചർ ഈസ് എ മാജിക്കൽ കർട്ടൻ വോവൻ ഓഫ് ലെജൻഡ്സ് ഹങ് ബിഫോർ ദ വേൾഡ് എന്നാ പറയുന്നത്. ഈ സാഹിത്യം അല്ലെങ്കിൽ നോവൽ എന്നൊക്കെ പറയുന്നത് ചരിത്ര ഇതിഹാസങ്ങളാൽ നേടിയെടുത്ത ഒരു മാന്ത്രിക തിരശ്ശീലയാണ്. അതിങ്ങനെ ലോകത്തിന് മുമ്പിൽ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ആൻഡ് ദ ടാസ്ക് ഓഫ് എ റൈറ്റർ ഈസ് ടു ഫൈൻഡ് ഔട്ട് സ്യൂട്ടബിൾ മോട്ടീവ് ഫോർ ഹിസ് റൈറ്റിംഗ് ഫ്രം ദിസ് മാജിക്കൽ കർട്ടൻ. ഈ പരവതാരിയിൽ നിന്നും ജീവിത പ്രതിസന്ധികളെ അടയാളപ്പെടുത്തുന്ന പ്രമേയങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ്റെ പ്രധാന ദൗത്യം എന്ന് അദ്ദേഹം പറയുന്നു. അവസാനം അദ്ദേഹത്തിനെ കൂട്ടിച്ചേർക്കുന്നൊരു വാചകമാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത്, ബട്ട് എ റൈറ്റർ ഈസ് നോട്ട് എ ഹിസ്റ്റോറിയൻ നോർ എ പ്രോഫറ്റ് ബട്ട് ആൻ എക്സ്പ്ലോറർ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. ചരിത്ര ഇതിഹാസങ്ങളാൽ നേരിടുത്ത അല്ലെങ്കിൽ ജീവിത പ്രതിസന്ധികൾ ഉൾപ്പെടുന്ന ചരിത്ര ഇതിഹാസങ്ങളാൽ നേരിടുത്ത മാന്ത്രിക തിരശ്ശീലയിൽ നിന്നും പ്രമേയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പോലും എഴുത്തുകാരൻ ചരിത്രകാരനല്ല. ചരിത്രത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ചരിത്രത്തിൻ്റെ ഒരു പാർശ്വമാണ് അവൻ അടയാളപ്പെടുത്തുന്നത്. ഉഷ്ണരാശിയിൽ ഞാൻ ചെയ്തതും കാട്ടൂർക്കടവിൽ അശോകൻ തെരുവിൽ ചെയ്തതുമൊക്കെ അത് തന്നെയാണ്. നമ്മൾ ചരിത്രകാരന്മാരായിട്ടല്ല, ചരിത്രത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് അതിലെ ജീവിത പ്രതിസന്ധികൾ അടയാളപ്പെടുത്തുന്ന എഴുത്തുകാരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതൊരു സർഗാത്മക രാഷ്ട്രീയ പ്രവർത്തനമാണ്. അപ്പോൾ ജീവിത പ്രതിസന്ധികളുടെ അന്വേഷകനാണ്, ജീവിത സമസ്യകളുടെ അന്വേഷകനാണ് എക്കാലവും എഴുത്തുകാരൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രണയത്തിൻ്റെ മൂന്നാം കണ്ണിലും ഉഷ്ണരാശിയിലും ഉലയിലും എല്ലാത്തിലും തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഇത്തരം ജീവിത പ്രതിസന്ധികളുടെ അടയാളപ്പെടുത്തലുകളാണ്. അത് എഴുത്തുകാരൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ബോധ്യത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അതാണ് എഴുത്തുകാരൻ്റെ ഒരു സാംസ്കാരിക രാഷ്ട്രീയ ദൗത്യം എന്ന് ഞാൻ കരുതുന്നു. അയാൾക്ക് വ്യക്തിപരമായ രാഷ്ട്രീയം വേറെ ഉണ്ടായിരിക്കാം, പക്ഷെ എഴുത്തിലെ രാഷ്ട്രീയം ഇതാണ്. കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാനായി വന്ന പാട്ടുകാരനെ നമുക്കെല്ലാം അറിയാം, ബാബുരാജിനെ. പക്ഷെ ബാബുരാജിന്റെ കല്ലറയിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. കേരളത്തിൽ എത്ര പേര് ബാബുരാജിന്റെ കല്ലറയിൽ പോയിട്ടുണ്ട്? ഈ ഹാഫിസ് മുഹമ്മദ് ബാബുരാജിനെ മാത്രമല്ല, ബാബുരാജിന്റെ കല്ലറ കൂടെ കണ്ടെത്തിയ വ്യക്തിയാണ്. അവഗണിക്കപ്പെട്ട, വിസ്മരിക്കപ്പെട്ട ആ കല്ലറയിലെ ബാബുരാജിന്റെ രക്തത്തിൽ നിന്നും കണ്ണീരിൽ നിന്നും വിയർപ്പിൽ നിന്നുമാണ് ഒരു ഹാർമോണിയം ഇദ്ദേഹം കണ്ടെത്തിയത്. കേരളം ബാബുരാജിനോട് നീതി കാണിച്ചില്ല. ബാബുരാജിന്റെ സ്വരത്തിൽ കൂടി ജനകോടികൾ ഇഷ്ടപ്പെട്ട പ്രസ്ഥാനം, പാർട്ടി ആരും നീതി കാണിച്ചില്ല, ജീവിതം നീതി കാണിച്ചില്ല. 57-ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ, ആ പാട്ടുകാരൻ, ആ ഗായകൻ ഇല്ലാതായി. അദ്ദേഹത്തോട് കാണിക്കാതിരുന്ന നീതി ഹാഫിസ് മുഹമ്മദ് കാണിക്കാൻ ശ്രമിക്കുകയാണ് ഹാർമോണിയം എന്ന നോവലില്. എങ്ങനെയായിരുന്നു താങ്കള് ബാബുരാജിലേക്ക് എത്തിയത്? ബാബുരാജ് എന്ന് പറയുന്ന ഗായകനിലേക്ക്, മനുഷ്യനിലേക്ക്, അദ്ദേഹത്തിന്റെ വിസ്മരിക്കപ്പെട്ട കല്ലറയിലേക്ക്? അത് ആകസ്മികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ പലവക പുസ്തകത്തിൽ, എല്ലാം എഴുതി വെക്കുന്ന ഒരു പുസ്തകത്തിൽ ഒരു പാട്ട് കൊണ്ടു നടന്നിരുന്നു. ആ പാട്ട് എൻ്റെ എളാപ്പയോ മറ്റോ കയ്യെഴുത്തിൽ എഴുതിയ പാട്ടാണ്. ആ പാട്ട് കേൾക്കാനുള്ള ആഡംബരത്വം, റേഡിയോയുടെ ആഡംബരത്വം വീട്ടിനുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ആ പാട്ട് കേട്ടിട്ടുമില്ല. പിന്നീടാണ് ബാബുരാജ് എന്ന ഗാന സംഗീത സാമ്രാട്ടിനെ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ. എഴുതാനുള്ള ശ്രമത്തിന് മുമ്പ് വായനയായിരുന്നു. ബാബുരാജ് പൂരിപ്പിക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ വിട്ടുതന്നുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു ലെജൻഡാണ്, ഒരു ഇതിഹാസമാണ്.
കാലം അദ്ദേഹത്തോട് കാരുണ്യം കാണിച്ചിട്ടില്ല. അനൂപ് പറയുന്നത് പോലെ അമ്മ പെട്ടെന്ന് ഇല്ലാതായി, സഹോദരന്മാരിൽ ഒരാളില്ലാതായി, വിവാഹം കഴിച്ച ഭാര്യ പെട്ടെന്ന് മരിച്ചു, കുട്ടികളെയും കൊണ്ട് മരിച്ചു. പിന്നെ ജീവിച്ചിരുന്ന പിതാവിനെ കുറിച്ചിട്ടുള്ള ഒരു അഡ്രസ്സും ഇല്ല. കൽക്കത്തയിലേക്ക് പോയി എന്നുള്ളത് മാത്രമാണ് കിട്ടിയ വിവരം. അന്വേഷിച്ച് കൽക്കത്തയിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. വിട്ടത് പൂരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ മഷിക്കുപ്പിയിൽ നിന്ന് പേനയെടുത്തുകൊണ്ട് എഴുതാനുള്ള എൻ്റെ നിയോഗം എന്ന് എനിക്ക് തോന്നി. എഴുത്ത് നിന്നുപോയി. 2003 വായന ആരംഭിച്ച്, തീവ്രമായ വായന ആരംഭിച്ച്, ഇൻ്റർവ്യൂകൾ നടത്തി, വിവരശേഖരണം നടത്തി 2012 എഴുത്ത് ആരംഭിച്ചപ്പോൾ ആ എഴുത്ത് 8 അധ്യായത്തിലധികം മുന്നോട്ടേക്ക് പോയില്ല. അവിടെ വെച്ച് നിർത്തിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ആദ്യത്തെ നോവൽ അവിടെ വെച്ച് നിർത്തിയതിന് ശേഷമാണ് S10000 എഴുതുന്നത്. S10000 അധ്യായത്തിൽ അറിയാതെ ബാബുരാജ് കയറിക്കൂടി. ഞാൻ പഠിച്ച സ്കൂളിൽ S10000 എൻ്റെ ജീവിതം തന്നെയായിരുന്നു. S10000 എൻ്റെ കൗമാരകാലമായിരുന്നു. S10000 അധികം നടക്കാതെ അപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ, ഈ കടപ്പുറത്തിന് നേരെ പോയിട്ടുണ്ടെങ്കിൽ എത്തുന്ന തെക്കേപ്പുറം എന്ന മുസ്ലിം മരുമക്കത്തായ സമ്പ്രദായികളുടെ കഥയായിരുന്നു. അതിൽ ഒരു രംഗത്ത് എൻ്റെ സ്കൂളിൽ വന്ന ഒരു പാട്ട് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കാണുകയുണ്ടായിട്ടുണ്ട്. ബാബുരാജ് ആയിരുന്നു എന്ന് പിന്നീടാണ് അറിയുന്നത്. ബാബുരാജിൻ്റെ ജീവിതം പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ S10000 ശേഷം വീണ്ടും എടുത്തു. രാഷ്ട്രീയ സംഘടനകൾ ബാബുരാജിനോട് നീതി കാണിച്ചിട്ടില്ല. കോഴിക്കോട് അബ്ദുൽ ഖാദറിനോട് നീതി കാണിച്ചിട്ടില്ല. അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും വലിയ ക്രൂരത, ആരാധകർ ബാബുരാജിനോട് നന്ദികേടല്ല, അതിക്രൂരമായ തരത്തിൽ പെരുമാറുകയാണ് ചെയ്തിട്ടുള്ളത്. അമിത മദ്യാസക്തിയുടെ ഒരു ലോകത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുവാനാണ് ആരാധകർ, പണക്കാരും അല്ലാത്തവരുമായിരുന്ന ആരാധകർ കൊണ്ടുപോയത്. 57ാമത്തെ വയസ്സിലുള്ള മരണത്തിൻ്റെ പ്രധാന ഹേതു അമിത മദ്യാസക്തിയുടെ പ്രത്യാഘാതങ്ങളുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ശേഖരണം നടത്തിക്കൊണ്ട് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ അദ്ദേഹം ബോംബെയിൽ പോയിട്ടുണ്ട്. 1.5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചെത്തിയത് അദ്ദേഹം എവിടെയാണ് എന്നുള്ളതിന് യാതൊരു സൂചനകളുമില്ല. അദ്ദേഹം ബാപ്പായെ കാണാൻ പോയിട്ടുണ്ട് എന്നുണ്ട്. ബാപ്പ ഒരു ഹാർമോണിയം കൊടുത്ത് തിരിച്ചയച്ചു എന്ന് ഒരു പുരാവൃത്തമുണ്ട്. ഇങ്ങനെയുള്ള പുരാവൃത്തങ്ങളിൽ നിന്ന് മുക്തമാക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു എൻ്റെ നോവലെഴുത്ത് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ബാബുരാജിൻ്റെ കുടുംബാംഗങ്ങളോടുമൊക്കെയും ചർച്ച ചെയ്ത് എഴുത്ത് എങ്ങനെ വേണമെന്നുള്ളത് തീരുമാനിച്ചത്. ബാബുരാജിനോട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു അഭിമുഖത്തിന് അനുവാദം ചോദിച്ചിരുന്നു. അന്ന് ബാബുരാജ് ഒരു വശഞ്ചാരി ഇരിക്കുന്ന കാലമാണ്. ബാബുരാജിനോട് ഞാനും നന്ദികേട് കാണിച്ചിട്ടുണ്ട്. ഞാൻ ആ അഭിമുഖം വേണ്ട സമയത്ത് നടത്തിയില്ല, മരിക്കുന്നതിന് മുമ്പ് നടത്തിയില്ല. മരിച്ചുപോയ ബാബുരാജിനിൽ നിന്നാണ് എൻ്റെ നോവല് തുടങ്ങുന്നത്. മരിച്ചുപോയ ബാബുരാജിൻ്റെ ശവക്കല്ലറ തേടി ജബ്ബാർ എന്ന മകനും ഞാനും അടക്കിയ പള്ളിപ്പറമ്പിൽ പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട്. ഈ ലോകവും ക്രൂരത കാണിച്ച മനുഷ്യനാണ്, ഏറ്റുവാങ്ങിയ മനുഷ്യനാണ് ബാബുരാജ്. ബാബുരാജിന് ഇന്ന് നിയതമായ ഒരു ശവക്കല്ലറ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നോവലിൻ്റെ അവസാനത്തിൽ അത് എഴുതിയപ്പോഴേ പലരും ചോദിച്ചു, ഇത് നിങ്ങളുടെ ഭാവനയാണോ എന്നുള്ളത്. പിന്നീട് പലരും അവിടെ പോയി നിരാശരായി ഒരു ശവക്കല്ലറ പോലും കാണാതെ മടങ്ങി വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നുണ്ട്, ബാബുരാജ് ജീവിക്കും. ബാബുരാജ് ശാരീരികമായ ഘടകങ്ങളാൽ അധികകാലം നിന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് ജീവിക്കാതിരിക്കുകയില്ല. സംഗീതത്തിന് ഒരു വിലാസം നൽകിയ ഈ മനുഷ്യൻ തൻ്റെ സർഗസൃഷ്ടിയിലൂടെ ജീവിക്കുമെന്നുള്ളതാണ് അത്ഭുതം. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം തന്നെ എന്താണെന്ന് വെച്ചാൽ, പാട്ടാണ് പ്രധാനം, പാടുന്നയാളല്ല എന്നുള്ളതാണ്. പാട്ടാണ് പ്രധാനം. ഈ മഷിക്കുപ്പിയിൽ നിന്നാണ് പാട്ടുകാരൻ്റെ കഥ എഴുതാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. ആഹിർ ഭൈരവിലുള്ള വിജനതീരമേ എന്ന പാട്ട് പാടിക്കൊണ്ടാണ് ബാബുരാജ് ശവക്കല്ലറകൾക്കിടയിൽ നിന്നും ഇല്ലാതാകുന്നത്. ബാബുരാജിൻ്റെ രചന ബാക്കിയാകുന്നു.
ലോകമുള്ളിടത്തോളം, മലയാളമുള്ളിടത്തോളം. ഇത് എനിക്ക് അദ്ദേഹത്തോട് ചെയ്യുവാനുള്ള ഒരു സമർപ്പണമാണ് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പാട്ടിലൂടെ ബാബുരാജ് എന്നും ജീവിക്കും. ഇനിയും ബാബുരാജ് അക്ഷരങ്ങളിലൂടെയും ജീവിക്കും. അതാണ് ഹാർമോണിയം എന്ന നോവല്. ബാബുരാജ് ഈ കടപ്പുറത്തുകൂടെ നടന്നിട്ടുണ്ട്. ഈ കടപ്പുറത്ത് വെച്ചാണ് ബാബുരാജിന്റെ പാട്ട് ആദ്യമായിട്ട് കുഞ്ഞു മുഹമ്മദ് എന്ന പോലീസ് കോൺസ്റ്റബിൾ കേൾക്കുന്നത്. അങ്ങനെയാണ് വീടില്ലാത്ത ബാബുരാജിന് പോലീസ് ക്വാർട്ടേഴ്സില് അഭയം ലഭിക്കുന്നത്. അവിടെ നിന്നാണ് ബാബുരാജ് എന്ന വലിയ പാട്ടുകാരനിലേക്ക് നമ്മളൊക്കെ നടന്നെത്തിയത്. വീണ്ടും അശോകൻ ചെരുവിലേക്ക് പോകുന്നു. കാട്ടൂർക്കടവില് പി.കെ. മീനാക്ഷി എന്നൊരു കഥാപാത്രമുണ്ട്. വ്യക്തിജീവിതം പാർട്ടിക്ക് വേണ്ടി അടിയറ വെച്ച വ്യക്തിയാണ് പി.കെ. മീനാക്ഷി. പുതിയ സഖാക്കളെ കാണുമ്പോൾ ഇടയ്ക്കൊക്കെ പി.കെ. മീനാക്ഷി ചോദിക്കാറുണ്ട്, എന്താടോ ഇത്, എന്താണോ തൻ്റെ നയം? വാക്കുകൊണ്ടുപോലും മനുഷ്യനെ കൊല്ലാൻ മടി കാണിക്കാത്ത പാർട്ടിയോട് എന്താടോ ഇത് എന്ന് ചോദിക്കാൻ അശോകൻ ചെരുവിലിന് തോന്നാറില്ലേ? എഴുത്തുകാരുടെ അല്ലെങ്കിൽ നമ്മള് എഴുത്തുകാരും കലാകാരന്മാരും ഞാൻ ചോദിക്കുന്ന അശോകൻ ചെരുവിലിന്റെ എഴുത്തിനെ പറ്റിയല്ല. അശോകൻ ചെരുവില് എഴുതുന്ന വ്യക്തി അല്ല ഫേസ്ബുക്കിൽ എഴുതുമ്പോൾ. അവിടെ അദ്ദേഹം പലപ്പോഴും ഒരു ന്യായീകരണ തൊഴിലാളിയുടെ നിലവാരത്തിലേക്ക് അധപ്പതിക്കുന്നു എന്ന് പലരും വിമർശിക്കാറുണ്ട്. ഈ നോവലില് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതാണ് ചോദ്യം. അശോകൻ ചെരുവിലിന്റെ എഴുത്തിനെ കുറിച്ച് ഒരു വിയോജിപ്പുമില്ല, ഒരു വിമർശനവും ഇല്ല. മലയാളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളാണ് അശോകൻ ചെരുവില്. പക്ഷേ പാർട്ടിയോട് ചോദിക്കണ്ടേ, എന്താടോ ഇത്, എങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? ഇതാണോ രാഷ്ട്രീയം? ചോദിക്കേണ്ടത് ചോദിക്കാതിരിക്കുന്നില്ല. ചോദിക്കാൻ ഇപ്പോൾ അതിനുള്ള സന്ദർഭങ്ങളും സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ ചോദിക്കുന്നു. പക്ഷേ അതല്ല പ്രശ്നം. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ എന്നുള്ളതിലോ ഈ കാലഘട്ടത്തിൽ നമ്മൾ വസ്തുതകളെ സമഗ്രമായിട്ടാണ് നോക്കേണ്ടത്. നേരത്തെ പ്രമാദം ഒരു ചോദ്യം ചോദിച്ചില്ലേ, മോഹൻകുമാറിനാണ് ചോദിച്ചത്. അത് ഹിംസയെക്കുറിച്ചാണ്. എന്തുകൊണ്ട് ബുദ്ധൻ്റെയും ഗാന്ധിയുടെയും അല്ലെങ്കിൽ അഹിംസയുടെ ദർശനങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലുള്ള നമ്മൾ എന്തുകൊണ്ട് ഹിംസയെ എന്ന് വെച്ചാൽ വാരിക്കുന്തത്തിൻ്റെ അപ്പുറത്ത് തോക്കാണെന്ന് ഓർക്കണം, പോട്ടെ, ഇപ്പുറത്ത് വാരിക്കുന്തം. ഈ വാരിക്കുന്തത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഹിംസയെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ഇതിഹാസ തുല്യമായ നോവൽ എഴുതുന്നു എന്നാണ് ചോദിച്ചത് മോഹൻകുമാറിനോട്. അപ്പോൾ അത് ആ ഹിംസയെ മുഴുവൻ, എല്ലാ ഹിംസയെയും ഒരുപോലെ കാണാൻ കഴിയില്ല. എല്ലാ സത്യത്തെയും വിശുദ്ധമാണെന്ന് പറയാൻ പറ്റില്ല, എല്ലാ നുണയെയും അവിശുദ്ധമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പാവങ്ങൾ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ നോവൽ, അതിലൊരു ബിഷപ്പുണ്ട്. ആ ബിഷപ്പിനെ കുറിച്ച് ഒരു വലിയ എൻ്റെയൊക്കെ ജീവിതത്തെ ഇളക്കി മറിച്ച ഒരു ബിഷപ്പാണ്. ആ ബിഷപ്പിനെ കുറിച്ച് ഒരിക്കലും ഈ കോഴിക്കോട് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ തായാട്ടി ശങ്കരൻ, അദ്ദേഹം വേറെ ഏതോ ഒരു പാവങ്ങളുടെ വിമർശകനെ ഉദ്ധരിച്ചിട്ടാണെന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഈ ബിഷപ്പ് ഒരു നുണ പറഞ്ഞു. ബിഷപ്പുമാർ ഒരിക്കൽ പോലും നുണ പറയാൻ പാടില്ല, കാരണം വിശുദ്ധന്മാരാണല്ലോ. പക്ഷേ അദ്ദേഹം വലിയൊരു നുണ പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻ വാൽജീന് ഞാൻ സമ്മാനിച്ചതാണ് ഈ മെഴുകുതിരി കാലുകൾ എന്ന് പറഞ്ഞു. വാസ്തവത്തിലല്ല, അയാളാണെന്ന് കട്ടുകൊണ്ടുപോയതാണ്, നുണയാണ്. പിന്നീട് അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം വന്നത് സത്യത്തേക്കാൾ വിശുദ്ധമായ നുണ എന്നാണ്. ലോകത്തിലെ സത്യത്തേക്കാൾ വിശുദ്ധമായ നുണ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാ സത്യവും സത്യമല്ല, അല്ലെങ്കിൽ സത്യത്തേക്കാൾ വിശുദ്ധമായ നുണയുണ്ട്. അഹിംസയേക്കാൾ വിശുദ്ധമായ ധാർമ്മികമായ ഹിംസയുണ്ട് പലപ്പോഴും. അത് നമുക്ക് ലോക ചരിത്രത്തിൽ പലയിടത്തും കാണാം. ഇന്ത്യയിലും കാണാം, ഭഗത് സിംഗിലും കാണാം, വയലാറിലും കാണാം. മാത്രമല്ല, ന്യായീകരണം എന്നൊക്കെ പറയുമ്പോൾ എഴുത്തുകാരൻ അത് വളരെ സങ്കുചിതമായ ഒരു വീക്ഷണത്തോടു കൂടി സമൂഹത്തെ നോക്കിക്കാണുകയല്ല ചെയ്യുന്നത്. സമഗ്രമായ ഒരു കാഴ്ചപ്പാടാണ്. അവിടെ അധികാരിയുണ്ട്, ഭരണവർഗമുണ്ട്, അതിശക്തനുണ്ട്, സവർണനുണ്ട്, അവർണനുണ്ട്, അടിച്ചമർത്തപ്പെടുന്നവനുണ്ട്, ദുർബലനുണ്ട്, അടിച്ചമർത്തപ്പെടുന്നവൻ്റെ അടി കിട്ടിയിട്ട് തിരിഞ്ഞു നിന്ന് ഒന്ന് നോക്കുന്നവനുണ്ട്, ഒന്ന് കയ്യുയർത്തുന്നവനുണ്ട്. അങ്ങനെ പല ആളുകളുണ്ട്. അടിക്കുന്നവനും അല്ലെങ്കിൽ മർദ്ദിക്കുന്നവനും കൊള്ളുന്നവനും ഒക്കെ തെറ്റുപറ്റാം. അടിക്കുന്നവൻ തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ കൊള്ളുന്നവനും ചിലപ്പോൾ തെറ്റുപറ്റാം, അനുഭവിക്കുന്നവനും തെറ്റുപറ്റാം. പക്ഷേ എല്ലാ തെറ്റിനെയും തെറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാമാന്യവൽക്കരിച്ച് എല്ലാം അതും തെറ്റ് ഇതും തെറ്റ് എന്ന് പറയുന്നത് ഒരു സാമാന്യ മനുഷ്യൻ്റെ രീതിയാണ്.
അത് എഴുത്തുകാരൻ്റെ ഒരു രീതിയല്ല. പലപ്പോഴും ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദളിത് ജനവിഭാഗങ്ങളുണ്ട്. ഇന്നത്തെ പ്രത്യേക ഇന്ത്യൻ സാഹചര്യത്തിൽ അടിച്ചമർത്തപ്പെടുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള പ്രകോപനങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഭയങ്കരമായ ഹിംസയും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും. പക്ഷെ അതിനെ വിമർശിക്കുക തന്നെ വേണം. പക്ഷെ അതിനെ അവരെ അടിക്കുന്ന ഭരണവർഗത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും ആ തെറ്റുകൊണ്ട്, അല്ലെങ്കിൽ ആ ഹിംസയാണ് ഈ ഹിംസയ്ക്ക് കാരണം. അപ്പോൾ കാരണമായ ഹിംസയെ വിമർശിക്കുന്നത് പോലെ ഇതിനെ നിങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വാസ്തവത്തിൽ ആ ഹിംസയുടെ എല്ലാ ഊർജത്തിൻ്റെയും പ്രാരംഭം സൂര്യനാണെന്ന് പറയുന്ന പോലെ തിന്മയുടെയും ഹിംസയുടെയും അസത്യത്തിൻ്റെയും ഊർജമായിട്ടുള്ള ആ ശക്തിയെ നിങ്ങൾ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, സാമാന്യവൽക്കരിച്ചുകൊണ്ട്. അപ്പോൾ എഴുത്തുകാരന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. എഴുത്തുകാരൻ അതിൻ്റെ തെറ്റ് ചെയ്യുന്നവൻ്റെ അവസ്ഥ നോക്കും, അവൻ്റെ ജീവിതം നോക്കും, അവൻ്റെ നിലപാടുകൾ നോക്കും. അതാണ് അതിൽ പറയാനുള്ളത്. ഞാൻ പോയാൽ മറ്റൊരാൾ വരും, അന്ന് ലോകം കൂടുതൽ സ്വാതന്ത്ര്യമുള്ളതായിരിക്കും, ജനാധിപത്യമുള്ളതായിരിക്കും, സമാധാനമുള്ളതായിരിക്കും എന്ന് ഷിനിലാലിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്. അപ്പം വരാൻ പോകുന്ന കാലത്തിൻ്റെ രാഷ്ട്രീയം ഇതല്ല, ഇന്നത്തേതല്ല. ഇന്നത്തെ രാഷ്ട്രീയക്കാരനല്ല നാളെ ഉണ്ടാകേണ്ടത്. അങ്ങനെയാണെങ്കിൽ നാളത്തെ രാഷ്ട്രീയക്കാരനിൽ എന്തു മാറ്റം വരണമെന്നാണ് ഷിനിലാൽ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ രാഷ്ട്രീയം എങ്ങനെ മാറണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? താങ്കളുടെ ആ രാഷ്ട്രീയത്തെ പറ്റിയുള്ള സ്വപ്നം എന്താണ്? നമുക്കറിയാം, നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാവരും കുറഞ്ഞത് 2 ജനറേഷന്, നമ്മളുടേതൊഴിച്ച് 2 ജനറേഷനെ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒന്ന് നമ്മുടെ തൊട്ട് മുന്നേ കടന്നുപോയവരും, ഒന്ന് നമുക്ക് ശേഷം വരുന്നവരും. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2 ദശകത്തിന് മുന്നേ ഇന്ത്യയിലെ പൊളിറ്റിക്സ് എന്തായിരുന്നു, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലെ പൊളിറ്റിക്സ് എങ്ങനെ ബാധിച്ചിരുന്നു, എങ്ങനെയാണ് അതിനകത്ത് ഫാസിസം പലതരം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ സമഗ്ര ആധിപത്യം എങ്ങനെ അതിനകത്ത് മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഇടപെട്ടിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത ജനറേഷനെ നമ്മൾ നോക്കിയാൽ നമ്മുടെ കുട്ടികൾ കുറെ കൂടെ സ്വതന്ത്ര ചിന്താഗതിയുള്ളവരാണ്. നമ്മൾ ചുമന്നുകൊണ്ടുവന്ന, നമ്മൾ എത്രയും നൂറ്റാണ്ടുകളായി ചുമന്നുകൊണ്ടുവന്ന പലതരം ബോധങ്ങളിൽ നിന്ന് അവർ ചെറിയ തോതിലെങ്കിലും മുക്തരായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മകളോട് സംസാരിച്ചിട്ടാണ്. ഞാനൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ, അച്ഛാ അത് പറയരുത്, അത് തെറ്റാണ്, അത് ബോഡി ഷെയ്മിങ് ആണ് എന്ന് ആ ജനറേഷൻ സ്വയമേവ പഠിച്ചിട്ടുണ്ട്. അത്തരം ഒരു പ്രോഗ്രാമിങ് അവരിൽ നടന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ വളരെ ശീലത്തോടെ, നമ്മൾ ഇരിക്കുന്നവർ, നമ്മൾ വളരെ ശീലമായി ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ കുട്ടികൾ നമ്മളെ തിരുത്തുന്നുണ്ട്. ഇത് വളരെ പ്രോഗ്രസീവായിട്ട് അടുത്ത തലമുറയുടെ രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷാ നിർഭരമായ ഭാവി നമ്മുടെ മുന്നിലേക്ക് അങ്ങനെ തന്നെയാണ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഓരോ ജനറേഷൻ കഴിയുമ്പോഴും മനുഷ്യൻ്റെ സോഫ്റ്റ്വെയറിനകത്ത് ചെറിയ ചെറിയ അപ്ഡേഷൻസ് നടക്കും. സമയമെടുക്കുമായിരിക്കും, പക്ഷേ ആ അപ്ഡേഷൻ നടക്കുന്നുണ്ട്. അത് അവരുടെ കൾച്ചറിൽ, അവരുടെ വ്യക്തിബന്ധങ്ങൾ, പ്രത്യേകിച്ച് ആൺ പെൺ റിലേഷൻസിലൊക്കെ പുതിയ കാലത്ത് വലിയ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഒരുപക്ഷെ ഒരു 80കൾ അതിനും, അല്ലെങ്കിൽ 90കൾക്കൊക്കെ പുറകിൽ ജനിച്ചവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വ്യക്തിബന്ധങ്ങൾ ഈ പുതിയ കാലഘട്ടത്തിൽ നിലവിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതൊരു പ്രോഗ്രസീവായ രാഷ്ട്രീയത്തെ, കുറെ കൂടി ഡെമോക്രാറ്റിക്കായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ സമഗ്രാധിപത്യങ്ങൾക്കൊന്നും കാലാകാലത്തോളം മനുഷ്യനെ അടിച്ചമർത്തി വയ്ക്കാനൊന്നും പറ്റില്ല. അത് ചരിത്രം അങ്ങനെ നമുക്ക് തെളിവ് തന്നിട്ടുണ്ട്. വലിയ വലിയ ഭരണാധികാരികളൊക്കെ ആത്മഹത്യ ചെയ്യുകയോ, വലിയ ഏകാധിപതികൾ വളരെ നിസ്സഹായരെ മരിച്ചു പോവുകയോ, വലിയ തീവ്രവാദികൾ അങ്ങനെ മരിച്ചു പോവുകയോ ഒക്കെ ചെയ്തത് നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അനുഭവിക്കുന്നതുൾപ്പെടെ ഒരു സമഗ്രാധിപത്യവും ഒരു ആധിപത്യ രാഷ്ട്രീയവും കാലാകാലങ്ങളോളം കൊണ്ടുപോകുന്നില്ല. ഈ ഒരു പ്രതീക്ഷയാണ് ഞാൻ ആ വരികൾ എഴുതുമ്പോൾ സൂചിപ്പിച്ചത്. കാരണം ഇനി വരുന്നൊരു സമയത്ത് കൂടുതൽ മനുഷ്യന് സ്വതന്ത്രമായി സംസാരിക്കാനാവുന്ന, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനാവുന്ന, അല്ലെങ്കിൽ പരസ്പരം വ്യവഹരിക്കാനാവുന്ന, ഒരുപാട് ചൂഷണങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമൂഹം വരും. അന്ന് എനിക്ക് കുറെ കൂടി ഉച്ചത്തിൽ എൻ്റെ ശബ്ദം കേൾപ്പിക്കാനാവും. ഞാൻ മരിച്ചു പോയേക്കാം, ഞാൻ കൊല്ലപ്പെട്ടു പോയേക്കാം, പകരം എൻ്റെ സ്ഥാനത്ത് വേറൊരാൾ വരും, അയാൾ എനിക്ക് വേണ്ടി ഉച്ചത്തിൽ സംസാരിക്കും. ഈ ഒരു പ്രതീക്ഷയാണ് ഞാൻ ആ വരികൾ എഴുതുമ്പോൾ ഓർമ്മിച്ചു വെച്ചത്. ജീവിത പങ്കാളി ഈ ലോകം വിട്ടു പോയപ്പോൾ, അവരെ ഈ ലോകത്ത് പിടിച്ചു നിർത്താൻ കഴിയാതിരുന്നപ്പോൾ അശോകൻ തെരുവിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിനകത്തെ മറ്റ് വാക്കുകളൊക്കെ മറന്നുപോയി. ഒരു വാക്കും മാത്രം മറന്നിട്ടില്ല, ഒരിക്കലും മറക്കില്ല,
സഖാവേ എന്നാണ് ജീവിത പങ്കാളിയെ അശോകൻ ചെരുവിൽ വിളിച്ചത്. സഖാക്കൾക്ക് കേരളത്തിൽ ഒരു പഞ്ഞവുമില്ല. എന്നാൽ കേരളം സഖാവേ എന്ന് വിളിച്ചത് ഒരാളെ മാത്രമാണ്, പി കൃഷ്ണപിള്ളയെ. പി കൃഷ്ണപിള്ളയുടെ പ്രണയം എടലാപ്പിടി പ്രണയരേഖകളിൽ കെ വി മോഹൻകുമാർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തു പറയാനുണ്ട് താങ്കൾക്ക് സഖാവിന്റെ പ്രണയത്തെക്കുറിച്ച്? സഖാവിൻ്റെ പ്രണയത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ചോദ്യത്തിൽ പ്രമോദ് ചോദിച്ച അല്ലെങ്കിൽ പ്രമോദ് വയലാറിലെ വാരിക്കുന്തത്തിന് പിന്നിൽ ആരോപിച്ച ഹിംസയെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം തന്നിട്ട് അതിലേക്ക് ഞാൻ കിടക്കാം. അശോകനത് പറഞ്ഞപ്പോഴാണ് ഞാനത് വിട്ടുപോയെന്നുള്ള കാര്യം ഓർത്തത്. ഞാനത് പറയാനിരുന്നതാണ്. പ്രമോദ് ചോദിച്ചു, ഈ ബുദ്ധധർമ്മത്തിനെ കുറിച്ച് പ്രണയത്തിൻ്റെ മൂന്നാം ഖണ്ഡം എന്ന നോവൽ എഴുതിയ ഒരാൾക്ക് എങ്ങനെ വാരിക്കുന്തത്തിൻ്റെ പിന്നിലെ ഹിംസയെക്കുറിച്ചും അതേ വികാരത്തോടെ എഴുതാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ അശോകൻ പറഞ്ഞതുപോലെ വാരിക്കുന്തം ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? വയലാറിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ജന്മിമാരും സർസിപിയുടെയും ഗൂഢാലോചനയുടെ ഫലമായിട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട അനേകായിരങ്ങൾ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ മാർഗമില്ലാതെ വയലാറിലെ പറമ്പിൽ, അഭയം കൊടുത്ത പറമ്പിൽ അവരെല്ലാം ഒരുമിച്ച് കൂടി പ്രാതൽ കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. മുന്നിലെ ഈ കഞ്ഞി വിളമ്പി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ വയലാർ എന്ന് പറയുന്ന തുരുത്തിനെ 3 ഭാഗത്തു നിന്നും സർസിപിയുടെ പട്ടാളം യന്ത്രത്തോക്കുകളുമായിട്ട് വന്ന് വലയം ചെയ്തത്. വലയം ചെയ്തിട്ട് ഇവർ യന്ത്രത്തോക്കുകളാണ് തുരുതുര വെടിവെക്കുകയായിരുന്നു. ആ വെടിവെച്ചതാണോ ഹിംസ, അതോ ഈ വാരിക്കുന്തവുമേറ്റ് അവരെ പ്രതിരോധിക്കാൻ പോയതാണോ ഹിംസ? ഇതിലേതാണ് വലിയ ഹിംസ? വാരിക്കുന്തവുമായിട്ട് അവിടെ അന്നത്തെ സമര സഹാക്കൾ പോയത് ഒരു പട്ടാളക്കാരെ എല്ലാവരെയും കൊന്നൊടുക്കാമെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെയൊന്നുമല്ല, പക്ഷേ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. നമ്മളെ ഒരാൾ അടിക്കാനായിട്ട് വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതിരോധിക്കും. നമ്മളെ ഒരാൾ അടിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചടിക്കും. കൈയും കെട്ടി നമ്മൾ നോക്കി നിൽക്കുകയല്ല ചെയ്യേണ്ടത്, അല്ലല്ലോ. ആ ഒരു പ്രതിരോധം മാത്രമാണ് അവിടെ നടന്നത്. പക്ഷെ അതൊരു പരാജിതമായ പ്രതിരോധമായിപ്പോയി. കാര്യം യന്ത്രത്തോക്കുകളുടെ മുമ്പിൽ ആണ് വാരിക്കുന്തവുമായിട്ട് ചെന്നത്. ആ സഹാക്കൾക്ക് അതിനല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. അവരുടെ കയ്യിൽ അന്നുള്ളത് വാരിക്കുന്തം മാത്രമായിരുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഒരു അഹിംസ എന്ന് പറയാൻ കഴിയുക? അതാണോ അഹിംസ? അഹിംസ മറുഭാഗത്ത് നടന്നതാണ്. അതാണ് ഏറ്റവും ക്രൂരമായിട്ടുള്ള അഹിംസ. ഇതിനെ ഞാൻ ധർമ്മമെന്നാണ് പറയുക. ബുദ്ധധർമ്മത്തിൽ പറയുന്ന പോലെ ബുദ്ധൻ ധർമ്മം ശരണം എന്ന് പറയുന്ന അതേ ധർമ്മം തന്നെയാണ് ഇവിടെ സമര സഹാക്കൾ ചെയ്തത്. പ്രതിരോധിക്കുക എന്നുള്ള അവരുടെ ധർമ്മമായിരുന്നു. അതിനൊരു ബുദ്ധ സിദ്ധാന്തവുമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് പറയുകയാണ്. പിന്നെ ഇനി നമുക്ക് സഹാവിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഈ ഉഷ്ണരാശി എഴുതുന്ന സമയത്ത് വളരെ വ്യാപകമായ വായന നടത്തിയിരുന്നു. അങ്ങനെ വായിച്ചു വന്നപ്പോഴാണ് സഖാവ് പി കൃഷ്ണപിള്ളയുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഇറങ്ങിച്ചെല്ലാനായിട്ട് കഴിഞ്ഞത്. അന്ന് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, നമ്മൾ ഈ പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു സഖാവിൽ കാണുന്ന ഒരു ധാർഷ്ട്യവും ഒരു ആർജവും ആ ഒരു മിലിറ്റൻസിയും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അത്തരം ഒരു സഖാവിനെ എങ്ങനെ പ്രണയിക്കാൻ കഴിയും? ആരും പ്രതീക്ഷിക്കുന്നൊരു കാര്യമല്ല സഖാവ് പി കൃഷ്ണപിള്ളയ്ക്ക് പ്രണയിക്കാൻ കഴിയും എന്ന്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി വന്നപ്പോഴാണ് അറിയുന്നത്, ഇടലാക്കുടിയിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്കാരോടൊപ്പം തടവിൽ പാർക്കുന്ന സമയത്ത് തൻ്റെ സാന്നിധ്യം പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം നടത്തിയൊരു ശ്രമം ആയിരുന്നു ഹിന്ദി അറിയാവുന്ന ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊരു പുസ്തകം വാങ്ങിക്കൊണ്ടുവരാൻ അയ്യമ്പിള്ള എന്ന് പറയുന്ന 5 രൂപ പോലീസുകാരനോട് പറയുന്നത്. കാര്യം കൃഷ്ണപിള്ള മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നാട് മുഴുവനും പ്രകടനങ്ങൾ നടക്കുകയാണ്. കൃഷ്ണപിള്ള കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന് ആലപ്പുഴ ജയിലിൽ നിന്നും ഇടലാക്കുടിയിലേക്ക് കൊണ്ടുവരാനും അറിഞ്ഞിരുന്നില്ല. ഇത് പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഒരു പുസ്തകം അന്വേഷിക്കുന്നത്. ഭാഗ്യവശാൽ ആ പുസ്തകം തങ്കമ്മ എന്ന് പറയുന്ന ഒരു 17-കാരിയുടെ പുസ്തകമായിരുന്നു. അങ്ങനെ പുസ്തകങ്ങൾ കൈമാറുന്ന വഴി പരസ്പരം കാണാതെയും കേൾക്കാതെയും ഇവർ തമ്മിൽ മാനസികമായിട്ട് അടുക്കുകയാണ് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, കമ്മ്യൂണിസ്റ്റ് ആശയപരമായിട്ടുള്ള ലേഖനങ്ങളൊക്കെ ഇന്ത്യയിൽ എഴുതി തങ്കമ്മയ്ക്ക് പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ ഒതുക്കി വെച്ച് കൊടുത്തുവിടും. തങ്കമ്മ അതെല്ലാം പരിഭാഷപ്പെടുത്തി മലയാളത്തിലാക്കി വെക്കാനായിട്ട് അദ്ദേഹം നിർദ്ദേശിക്കും. അങ്ങനെ ചെയ്ത് 17 വയസ്സുള്ള യാഥാസ്ഥിതിക കുടുംബത്തിൽപ്പെട്ട തങ്കമ്മ എന്ന പെൺകുട്ടിക്ക് കമ്മ്യൂണിസത്തോടും കൃഷ്ണപിള്ള എന്ന സഖാവിനോടും ഒരു വൈകാരികമായ ഒരു ആഭിമുഖ്യം ഉണ്ടാകുകയായിരുന്നു. അതാണ് അവരുടെ പ്രണയത്തിലേക്ക് നയിച്ചത്. കൃഷ്ണപിള്ളയ്ക്കായിരുന്നില്ല അങ്ങോട്ട് പ്രണയം ഉണ്ടായത്, പക്ഷേ അതിനേക്കാൾ ഇൻറ്റൻസിറ്റിയോടെ
തങ്കമ്മ എന്ന പെൺകുട്ടിക്കാണ് 35 വയസ്സുകാരനായ കൃഷ്ണപിള്ള സഖാവിനോട് പ്രണയം ഉണ്ടാവുന്നത്. അത് തെളിയിക്കാനുള്ളൊരു ഒരു ഒരു രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവരുടെ 1.5 വർഷം കഴിഞ്ഞു കൃഷ്ണപിള്ള ജയിലിറങ്ങി നേരെ തങ്കമ്മയുടെ വീട്ടിൽ പോകുന്നു. തങ്കമ്മയെ വിളിച്ചിറക്കി കൊണ്ടുവരുന്നു, രജിസ്റ്റർ വിവാഹം കഴിക്കുന്നു. കഴിച്ചിട്ട് ഇവർ നമ്മൾ ജീവിതയാത്ര ആരംഭിക്കുന്ന സമയത്ത് കൃഷ്ണപിള്ള തങ്കമ്മയോട് പറയുന്ന ഒരു വാചകമുണ്ട്. അതാര് ഏത് പ്രണയിനി കേട്ടാലും കുഴഞ്ഞു വീണു പോകും, ഞെട്ടി ധരിച്ചു പോകും. തങ്കമ്മയോട് കൃഷ്ണപിള്ള സഖാവ് പറയാണ്, തങ്കം, പാർട്ടി കഴിഞ്ഞാൽ, പ്രസ്ഥാനം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടാണ് എന്നാണ് പി കൃഷ്ണപിള്ള എന്ന സഖാവ് പറഞ്ഞത്. പ്രസ്ഥാനം കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് നിന്നോടുള്ള പ്രണയം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതായിരുന്നു കൃഷ്ണപിള്ള സഖാവിൻ്റെ പ്രണയം. പ്രസ്ഥാനം കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇഷ്ടം പ്രണയം തങ്കമ്മയോടായിരുന്നു. ആ പ്രണയത്തിലൂടെയാണ് അവർ ഒരുമിച്ചതും 7 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചതും. ആ പ്രണയത്തിൻ്റെ കഥയാണ് കടലാക്കുടി പ്രണയ രേഖകൾ. ഹലോ, ബാബുരാജിനെ പറ്റി ഹാഫിസ് മുഹമ്മദ് മാത്രമല്ല എഴുതിയത്, അദ്ദേഹത്തിന്റെ പിതാവ് NB മുഹമ്മദും എഴുതിയിട്ടുണ്ട്. NB മുഹമ്മദ് ബാബുരാജിനെ കാണുമ്പോൾ ബാബുരാജിന്റെ എല്ലാ വിരലിലും സ്വർണ്ണമോതിരങ്ങൾ ഉണ്ടായിരുന്നു. പിറ്റേന്ന് ബാബുരാജ് കോഴിക്കോടേക്ക് തിരിക്കുമ്പോൾ ആ വിരലിൽ ഒരു മോതിരം പോലും ബാക്കിയില്ലായിരുന്നു. സൗഹൃദത്തിന് കടം കൊടുത്തവയായിരുന്നു ആ മോതിരങ്ങൾ, അദ്ദേഹത്തിന്റെ പാട്ടുകളും. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഈ 4 എഴുത്തുകാരോടും. എനിക്ക് പ്രത്യേകിച്ച് അശോകൻ ചരുവിൽ ചോദിക്കാനുള്ളത്, എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഈ ഹിംസയെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ കേട്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി, ആശ്ചര്യം തോന്നി. അതിന് കാരണം ഞാൻ കുറേ വായിച്ചൊരു ഫിലോസഫറാണ് അർണെ നെയ്സ്. പുള്ളി ഒരു നോർവേക്കാരനാണ്. അദ്ദേഹം ഗാന്ധിയിൽ ആകൃഷ്ടനായി UN നിർദ്ദേശപ്രകാരം ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാൻ നോൺ വയലന്റ് അപ്രോച്ച് എങ്ങനെ എത്രമാത്രം ഉപയോഗിക്കാം എന്ന് സ്റ്റഡി ചെയ്ത ഒരു ഫിലോസഫറാണ്. ഹിംസ കൊണ്ട് തന്നെ നേരിടുന്നതിൽ ഏതാണ് വലിയ ഹിംസ, ഏതാണ് ചെറിയ ഹിംസ എന്നുള്ള എക്സ്പ്ലനേഷൻ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യം തോക്കും ലാത്തിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഗാന്ധിയിൽ വിശ്വസിച്ച ഒരു പറ്റം മനുഷ്യർ മുന്നോട്ട് നീങ്ങി നിൽക്കുന്നു. അവരവിടെ ഇരുന്ന് പ്രതിരോധിക്കുന്നു, അവരുടെ തലയ്ക്കടിക്കുന്നു, ചോര ചിതറുന്നു, ദേഹം വഴി രക്തമെല്ലാം ഒഴുകുന്നു. അവരെ എടുത്തുകൊണ്ട് ഒരു കൂട്ടർ പോകുന്നു, അടുത്തവർ ധൈര്യപൂർവ്വം മുന്നിൽ വന്നിരിക്കുന്നു, അവരുടെയും തലയ്ക്ക് അടി കിട്ടുന്നു, തോക്കിന്റെ പാത്തി കൊണ്ട് അവരുടെ മുഖത്തിട്ട് വളരെ കാണാൻ തന്നെ വളരെ പ്രയാസമുള്ളൊരു കാഴ്ചയാണ്. പക്ഷെ ഗാന്ധിയിൽ ഉറച്ചു നിന്ന് ഒരു നോൺ വയലന്റ് അപ്രോച്ചിൽ ഇന്ത്യ നേടിയെടുത്ത സ്വാതന്ത്ര്യ സമരത്തെ എത്ര ലളിതമായിട്ടാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. പ്രത്യേകിച്ച് ചെറിയ ഹിംസ, വലിയ ഹിംസ. നോക്കൂ, ഒക്ടോബർ 7 എന്താണ് ഇസ്രായേലിൽ നടന്നത്? അന്നത്തെ ആ വലിയ രക്തരൂഷിതമായ ഒരു സംഭവത്തെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഇന്ന് ഇസ്രായേൽ എന്താണ് കാട്ടിക്കൂട്ടുന്നത്. അപ്പം ഹിംസ കൊണ്ട് നേരിടുന്നതിനെ ഒരു ചെറിയ കൊലപാതകം, അതിന് വലിയ കൊലപാതകം, ഇതിന് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? എന്താണ് കമ്മ്യൂണിസത്തിന്റെ ഈ ഒരു അന്തർധാരയിൽ ഹിംസയെ നിങ്ങൾ നോക്കിക്കാണുന്നതിൽ വലിയ അപകടമില്ലേ? പ്രത്യേകിച്ച് ഇന്ത്യ നേടിയെടുത്ത സ്വാതന്ത്ര്യ സമരത്തെ, ഇന്ത്യയുടെ അഹിംസയിലൂന്നിയ ഒരു പാതയെ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിലൂടെ തന്നെ നിങ്ങൾ ഹനിക്കുകയല്ലേ ചെയ്യുന്നത്? വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ്? പ്രത്യേകിച്ച് എനിക്ക് അശോകൻ ചരുവിലിനോടാണ് ചോദിക്കാനുള്ളത്. കമ്മ്യൂണിസം ഉണ്ടാക്കിയ ഒരു പ്രത്യയശാസ്ത്രമൊന്നുമല്ല ഹിംസ. ഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു ദാർശനിക വ്യാഖ്യാനം നടത്തിയിട്ടില്ല. പക്ഷേ അതുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അതിൻ്റെ അനന്ത സാധ്യതകൾ പലപ്പോഴും അധികാരി വർഗത്തിൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം അധികാരി വർഗം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തൊന്നുമല്ല, നമ്മുടെ വാർഡല്ല, വില്ലേജ് ഓഫീസറൊന്നുമല്ല, സംസ്ഥാന ഗവൺമെൻറ്റൊന്നുമല്ല. ലോകത്തിലെ മൂലധന ശക്തികളാണ് വാസ്തവത്തിൽ അധികാരശക്തി എന്ന് പറയുന്നത്. അതിൻ്റെ വിവിധ അവതാരങ്ങളാണ് ഇന്ത്യയിൽ ഭരണവർഗമൊക്കെ ആയിട്ട് അതിനോടനുബന്ധിച്ച് നിൽക്കുന്നത്. അപ്പോൾ അധികാരത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നാണ് ഹിംസ വരുന്നത്. ഹിംസയുടെ പ്രത്യയശാസ്ത്രം പൊതുവേ അതിന് ഫാസിസം എന്ന് പറയാം. അത് ലോകത്ത് പല സ്ഥലങ്ങളിലും ഉദയം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇറ്റലിയിൽ ഫാസിസം എന്ന പേരിലും അതുപോലെ തന്നെ നാസിസം എന്ന പേരിൽ ജർമ്മനിയിലും ഒക്കെ കടന്നു വന്നു. ഇപ്പോഴും അതിൻ്റെ ചില പ്രവണതകൾ ലോകത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യൻ ഫാസിസം അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിംസയുടെ പ്രത്യയശാസ്ത്രം ബ്രാഹ്മണിസമാണ്, മനുവാദമാണ്. അത് നമ്മുടെ ഗോഡ്സെയാണ് അത് ഏറ്റവും നന്നായിട്ട് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതായത് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നതിന് അതിനെ ന്യായീകരിച്ചുകൊണ്ട് കോടതിയിൽ നടത്തിയ വലിയ പ്രസംഗത്തിൽ മഹാത്മാഗാന്ധിയെ അദ്ദേഹം വിമർശിക്കുന്നത്, ഞാൻ മഹാത്മാഗാന്ധിയോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ അദ്ദേഹം ഇന്ത്യയുടെ പ്രത്യയശാസ്ത്രം അഹിംസയാണെന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു.
അങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യക്കാർ വളരെ പാവങ്ങളും ആർക്ക് വേണമെങ്കിലും കയറി അടിക്കാവുന്ന വിഭാഗവുമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു. ബുദ്ധൻ ഇതുപോലെ പണ്ട് ചെയ്തിട്ടുണ്ട്. അഹിംസയാണ് ഇന്ത്യയുടെ ശാസ്ത്രം എന്ന്. പക്ഷേ പ്രതിരോധിക്കുക, ചെറുത്തു നിൽക്കുക, അല്ലാത്ത പക്ഷം നമ്മളെ മറ്റു മതങ്ങളും മറ്റു രാജ്യങ്ങളൊക്കെ വീണ്ടും ഇന്ത്യയെ അതിക്രമിച്ചു കിടക്കും. അതിന് ഗാന്ധിയുടെ ദർശനം കാരണമാകും എന്നാണ് ആ കോടതി പ്രസംഗത്തിൽ, അതിപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ ഗോഡ്സെ ആരംഭിച്ചതല്ല അത്. കാരണം വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള ചിന്താഗതി എന്ന് പറയുന്നത് അഹിംസ തന്നെയാണ്, സഹിഷ്ണുതയാണ്. നമ്മുടെ പൗരാണിക കാലം മുതലാണ്. അതിനിടയ്ക്ക് കയറുന്ന പൗരോഹിത്യ ബ്രാഹ്മണ്യമാണ് വാസ്തവത്തിൽ ഹിംസയെ ഇന്ത്യയിൽ പ്രതിഷ്ഠിച്ചത്. ഇപ്പോൾ വീണ്ടും നമ്മുടെ സമൂഹത്തിൻ്റെ അധികാര വ്യവസ്ഥയായിട്ട് കയറി വന്നിരിക്കുന്ന അത് വാസ്തവത്തിൽ ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ഹിംസയുടെ സ്വഭാവങ്ങൾ തന്നെയാണ്. നമ്മുടെ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഞാൻ പറയാം. നമ്മുടെ മനുവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരുടെ ഹിറ്റ്ലർ എത്ര പാവമാണെന്നാണ്. അപ്പോൾ ഹിംസയുടെ സോഴ്സ് എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ ഒരു മനുഷ്യൻ അടികൊള്ളുമ്പോൾ ചിലപ്പോൾ ഒന്ന് തിരിഞ്ഞു നിന്നൊന്ന് വരും. അതാണ് ഹിംസ, അതാണ് കൂടുതൽ ഹിംസ. മറ്റത് ഹിംസയല്ല എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്. അതാണ് പറഞ്ഞത്, ഹിംസയിൽ തമ്മിൽ വ്യത്യാസമുണ്ട്, സത്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, ധർമ്മങ്ങൾ തമ്മിലൊക്കെ കുറേ വ്യത്യാസമുണ്ട്. അധികാരത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഹിംസ ക്രൂരമായി മാറുന്നു എന്നുള്ളതാണ്, കൂടുതൽ ക്രൂരമായി മാറുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അടുത്ത ചോദ്യം അശോക് ജരുവിനോട് തന്നെയാണ്. കാട്ടൂർ കടവ് എന്ന് പറഞ്ഞ നോവലിൽ അദ്ദേഹം കഥാപാത്രങ്ങളായിട്ട് മീനാക്ഷി, ചന്ദ്രശേഖരന് അവരൊക്കെയുണ്ട്. കെ എന്നൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ ഒളിഞ്ഞു നിൽക്കുക ചെയ്യുന്നത്. അതുപോലെ മീനാക്ഷി എന്ന് പറയുന്നത് ഒരു വിപ്ലവകാരിയാണ്. അതുപോലെ തന്നെ മീനാക്ഷി വിവാഹം ചെയ്തിട്ടുള്ള ചന്ദ്രശേഖരനും ഏതാണ്ട് അതേ വിധത്തിൽ വിപ്ലവ സ്വഭാവമുള്ള ആളാണ്. പക്ഷെ എന്തുകൊണ്ട് മീനാക്ഷിയെ ചന്ദ്രശേഖരനെ ഉപേക്ഷിച്ചു? അതോടൊപ്പം തന്നെ ചന്ദ്രശേഖരനെ ഇത്രമാത്രം മദ്യപാനിയാക്കി തൻ്റെ ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യം കഥാകൃത്തിനുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മകനായ ജോർജ് ദിമിത്രോവ്, അയാൾ വളരെ ക്രൂരമായ രീതിയിലാണ് തൻ്റെ അമ്മയോടും അതുപോലെ തന്നെ അച്ഛനോടും പ്രതികാരം ചെയ്യുന്നത്. ഇത്തരം കഥാപാത്രങ്ങൾ എന്തുകൊണ്ടാണ് ഈ രീതിയിലായി പോകുന്നത്? എന്തുകൊണ്ട് ഈ വിപ്ലവകാരിയായിട്ടുള്ള ചന്ദ്രശേഖരന്, എന്തുകൊണ്ട് ഈ മീനാക്ഷി പോലെയുള്ള അത് കാരണം അധികൃത വർഗത്തിൽ ജീവിച്ചളാണ് മീനാക്ഷി. ഒരു കാലഘട്ടത്തിലുണ്ടായ വിപ്ലവ സ്വഭാവത്തോടു കൂടി അവരെ വിവാഹം കഴിച്ചു. പക്ഷേ പിന്നീട് അത് ഉപേക്ഷിച്ചു. അത് ഒരു വിപ്ലവകാരിക്കോ അല്ലെങ്കിൽ ചേർന്നതാണോ? വളരെ ശരിയായ ഒരു ചോദ്യമാണ്. ആ നോവലിനെ മുൻനിർത്തി അതിൻ്റെ ഒരു ആത്മാവ് സ്പർശിക്കുന്ന ചോദ്യമാണ്. സാറ് ചോദിച്ചപ്പോൾ ആ ഉത്തരവും അതിൽ തന്നെയുണ്ട്. കാരണം സാമൂഹികമായ മുന്നേറ്റങ്ങൾക്കൊപ്പം, അതിൻ്റെ ജനാധിപത്യവൽക്കരണത്തിനൊപ്പം മനുഷ്യൻ നിൽക്കും. പക്ഷേ അവനെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്ന സാമൂഹിക വ്യവസ്ഥ, പ്രത്യേകിച്ചും കുടുംബ വ്യവസ്ഥ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ വളരെയേറെ ഗുണങ്ങളൊക്കെ അനുഭവിച്ച ഒരു സമുദായത്തിൻ്റെയും ഒരു കുടുംബത്തിൻ്റെയും പ്രതിനിധിയാണ് ആ നോവലിലെ സാറ് നേരത്തെ സൂചിപ്പിച്ച ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സഖാവായിട്ടുള്ള കഥാപാത്രം. അപ്പോൾ യൗവനത്തിൻ്റെ വളരെ ഊഷ്മളമായ സന്ദർഭത്തിൽ ആ ജനാധിപത്യമൊക്കെ പൂത്തു നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ആദർശ സുരഭിലം എന്ന് പറയാവുന്ന, ബഷീർ പറഞ്ഞ പോലെ ആദർശ സുരഭിലമായ ആ ഒരു സാഹചര്യത്തിൽ ദളിത് പെൺകുട്ടിയായിട്ടുള്ള, നല്ല കഴിവുകളുള്ള, പാട്ടുകാരിയായിട്ടുള്ള, വളരെ ഇതായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു. അവളെ വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പിൻവാങ്ങിയതായിട്ടൊരു സൂചനയുണ്ട്. പക്ഷേ പാർട്ടി അദ്ദേഹം നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് അതുമായി യോജിച്ചു പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ വർഗ സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ വംശ സ്വഭാവം എന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ടിരിക്കുന്ന ജാതി എന്ന് പറയുന്ന ഭീകരമായ സത്യം, അതിൻ്റെ ഭാഗമായിട്ടുള്ള ആധിപത്യ അടിമത്ത ബോധം അദ്ദേഹത്തെ പിന്നോട്ട് വലിച്ചു. അദ്ദേഹം ആ സ്ത്രീയെ നിഷ്കരണം ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ, പ്രത്യേകിച്ചും അച്ഛനൊക്കെ ഉപേക്ഷിച്ചു എന്നത് ശരിയാണ്, പക്ഷെ അദ്ദേഹവും ഉപേക്ഷിച്ചു. ആ ഉപേക്ഷിച്ചതിലുണ്ടായ മകനാണ് ഈ ദിമിത്രി. സ്വാഭാവികമായിട്ടും അവനും
ഒരു അങ്ങനെ അത്തരത്തിലൊരു ഒരു സാഹചര്യത്തിൽ ജനിച്ച മകൻ എന്നുള്ള നിലയിൽ തൻ്റെ അസ്തിത്വം എന്ത് എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി അവനും സമൂഹത്തിൽ നിന്ന് നിരവധിയായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നതാണ് നോവലിലെ ഒരു വിഷയം. അതുമാത്രമല്ല, ഈ ഒരു ആഘാതം മീനാക്ഷിയിലും എന്ന പോലെ ചന്ദ്രശേഖരനിലും ഉണ്ടായി. സ്വാഭാവികമായിട്ടും മനുഷ്യനല്ലേ, അയാളും തകർന്നു പോയി, അയാളത്തിൻ്റെ ഭയങ്കരമായ മദ്യപാനിയായി മാറി. അതാണ് ആ നോവലിലെ വിഷയം. അപ്പോൾ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ ചില പ്രശ്നങ്ങളാണ്. സാമൂഹ്യ പരിവർത്തനത്തിനിടയിൽ വഴിയിലേക്ക് തള്ളി മാറ്റപ്പെടുന്ന ചില വിഭാഗങ്ങൾ, അവരെ പരിഗണിക്കുന്നതിൽ കൂടുതൽ നേട്ടങ്ങൾ നേടിയ വിഭാഗങ്ങൾ കാണിക്കുന്ന അലംഭാവവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതികളുമാണ് ആ നോവലിൻ്റെ വിഷയമായി വരുന്നത്. അത് സാറ് തന്നെ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അത് തന്നെയാണ് സത്യം. അടുത്ത ചോദ്യം. എൻ്റെ പേര് രജിൽ, ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ അവസാനം വായിച്ച നോവൽ കാട്ടൂർ കടവൻ്റെ ആയതുകൊണ്ട് തന്നെയാണ് അശോകൻ ചെരുവിൻ്റെ ഇവിടെ തന്നെ ചോദിക്കേണ്ടി വരുന്നത്. അവസാനം പൂർണ്ണമായിട്ട് വായിച്ച നോവൽ അതായിരുന്നു. അപ്പൊ അതില് ദിമിത്രി എന്ന കഥാപാത്രം നമ്മൾ അധികാരത്തിന്റെ ജീർണതകൾക്കെതിരെ പ്രതികരിക്കുന്നുണ്ട് നിരന്തരമായിട്ട്. അപ്പൊ ഞാൻ ഇതുപോലെ നമ്മളെ അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്ത് തെറ്റിനെയും ന്യായീകരിക്കാത്ത കുറെ ആളുകൾ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നോവൽ എഴുതുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾ ഇതേപോലെ പാർട്ടിയിൽ ഉണ്ടായിട്ടും പാർട്ടിയുടെ തിന്മകൾക്കെതിരെ പ്രതികരിക്കാത്ത ആൾക്കാരെ കണ്ടുകൊണ്ട് എഴുതിയതാണോ, നിങ്ങൾക്ക് അങ്ങനെ പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളൊരു നോവലായിട്ട് എഴുതിയതാണോ എന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഞാനിത് ചോദിക്കാൻ കാരണം, നിങ്ങളുടെ ഇപ്പോൾ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായ ദിവ്യയുടെ ഒരു അറസ്റ്റ് നടന്നപ്പോൾ അഴിമതിക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് നിങ്ങളൊരു പ്രസ്താവന ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കെതിരെ സൈബർ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായ പ്രസ്താവനകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആർക്കെതിരെ അങ്ങനെ പ്രസ്താവനകൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. മോശം പ്രസ്താവനകൾ. അപ്പൊ ആ മോശം പ്രസ്താവന ഉണ്ടാവാൻ കാരണം നിങ്ങൾ പഠിക്കാത്ത തരത്തിൽ ഒരു പ്രതികരണം നടത്തി എന്നുള്ളത് കൊണ്ടാണ്. അതായത് ആ വ്യക്തി പറഞ്ഞ കാര്യം സത്യമാണോ എന്ന് പഠിക്കാത്ത തരത്തിൽ നിങ്ങളൊരു പ്രസ്താവന നടത്തിയത് കൊണ്ടാണ്. ഇന്ന് നമ്മുടെ എല്ലാ ഭരണ പാർട്ടികളും നടക്കുന്ന ഇതാണ്. നമ്മൾ എന്ത് തെറ്റ് കഴിഞ്ഞാലും ഭരണ പാർട്ടികളിൽ നിൽക്കുന്നവർ അതിനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ ആളുകൾ പറയുക സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വയലാർ അവാർഡ് കിട്ടി, ആ വയലാർ അവാർഡ് പോലും ഇങ്ങനെ കിട്ടിയാന്ന് ഇവർ ആൾക്കാർ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഇങ്ങനെ പ്രസ്താവനകൾ ഇറക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരു വഴി കൊടുക്കുന്ന പോലെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്നാണ് എന്റെ ചോദ്യം. കാരണം ഞാൻ ചോദിക്കുന്ന കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കെതിരെ വ്യാപകമായ പ്രസ്താവനകൾ കണ്ടതുകൊണ്ടാണ്. അതായത് അഴിമതിയെ ചോദ്യം അഴിമതിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങളുണ്ട്. അത് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ അധ്യാപകനായിരുന്ന അച്ഛൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു ആർഷീവ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി വളരെ ചെറിയ പ്രായത്തിൽ, ഒരു കുട്ടിയായിരുന്ന പ്രായത്തിൽ കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയപ്പോൾ ഉണ്ടാകുന്ന അനുഭവം എൻ്റെ ജീവിതത്തെ ആകമാനം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ സർവീസിൽ കയറിയപ്പോൾ ഒരു അഴിമതി നിറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വന്നത്. അതിൽ നിന്ന് വിട്ടുനിന്നു, ഒറ്റപ്പെട്ടു. ഞാൻ എത്ര കണ്ട് പ്രതികരിച്ചു എന്നുള്ളതൊക്കെ തന്നെ കേരളത്തിൽ ആ കാലഘട്ടത്തിൽ ഞാൻ എഴുതിയ കാര്യങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ചാൽ അറിയാം. പ്രതികരിക്കാവുന്നിടത്തോളം ഞാൻ പ്രതികരിച്ചു. പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടു. വാസ്തവത്തിൽ ഞാനൊരു ഭ്രാന്തനായില്ല എന്ന് മാത്രം. കാരണം എഴുത്ത് എന്ന് പറയുന്ന സംഗതി ഉള്ളതുകൊണ്ട്. എന്നെപ്പോലെ എഴുത്തിൽ അഴിമതിയിൽ നിന്ന് വിട്ടുനിന്ന ഒരു സഹോദരിയായിട്ടുള്ള, സഹപ്രവർത്തകയായിട്ടുള്ള സ്ത്രീ ഇന്നും കേരളത്തിൽ, ഞാനത് എഴുതിയിട്ടുണ്ട്, കേരളത്തിൻ്റെ തെരുവുകളിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് ഭ്രാന്തിയായിട്ട്. അപ്പോൾ അഴിമതിയെ ചോദ്യം ചെയ്യുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അവരെ സ്വാഗതം ചെയ്യാറുണ്ട്. അവർ ഏത് പാർട്ടിക്കാരിയായാലും ഏത് വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളായാലും അഴിമതിയെ ചോദ്യം ചെയ്യുന്നതോട് എനിക്കൊരു സഹാനുഭൂതിയുണ്ട്. അത് ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ ഈ കണ്ണൂർ ജില്ലയിലുണ്ടായ പ്രശ്നത്തെ സംബന്ധിച്ച് നമുക്കങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ആത്മഹത്യ അതിൻ്റെ ഭാഗമായിട്ട് നടന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു വൈകാരിക അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ വസ്തുതകൾ വെച്ച് ഈ വൈകാരിക അന്തരീക്ഷത്തിൽ പരിശോധിക്കാൻ പറ്റില്ല. പക്ഷേ അഴിമതിയെ ചോദ്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും യോജിപ്പുണ്ടാവും തോന്നില്ല. ഇപ്പോൾ ഈ കോഴിക്കോടാണല്ലോ നമ്മളിരിക്കുന്നത്. കോഴിക്കോട് ഗവൺമെൻറ് കോളേജിലെ ഒരു ഡോക്ടർ, ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തെ ഇവിടുത്തെ പൗരാവലി സാമാന്യ ജനങ്ങൾ പോയിട്ട് അദ്ദേഹത്തെ ജനകീയ വിചാരണ ചെയ്തു. അദ്ദേഹം കൈക്കൂലി മേടിക്കുന്നു പറഞ്ഞിട്ട് ഒരു തെളിവ് അവർ ഹാജരാക്കിയില്ല കേട്ടോ. അദ്ദേഹം കൈക്കൂലി വാങ്ങിക്കുന്നു പറഞ്ഞിട്ട്, കൈക്കൂലി വാങ്ങിക്കുന്നു പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിചാരണ ചെയ്ത് ചെരുപ്പുമാല അണിയിച്ച് വിചാരണ ചെയ്ത് ശിക്ഷിക്കുന്ന പോലെ കൊണ്ടു നടന്നു. പല ആളുകളും അതിനെ അനുകൂലിച്ചു. സി അച്യുതമേനോൻ അടക്കം അദ്ദേഹത്തെ അനുകൂലിച്ചു. ആ ഡോക്ടറെ ആത്മഹത്യ ചെയ്തെങ്കിൽ അച്യുതമേനോൻ്റെ കാര്യം എന്തായിരിക്കും എന്ന് ഞാൻ പിന്നീട് ആലോചിക്കാറ്, ഇപ്പോൾ അടുത്ത കാലത്ത് ആലോചിച്ചു. അത് പോട്ടെ, നമുക്ക് ആ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ കഴിയില്ല. ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ നോവലിൽ എൻ്റെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങൾ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് കാട്ടൂർക്കടവ് നോവലിലും അഴിമതി ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് വന്നിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ടാണ്, എൻ്റെ വലിയൊരു അനുഭവമായതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം ഏകാന്തത, സർക്കാർ സർവീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമുക്ക് സഹപ്രവർത്തകരുമൊക്കെ പാടെ കൂടി ഒന്നിച്ച് ഉള്ള ഒരു ജീവിതമാണല്ലോ. പക്ഷെ അതൊന്നും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയ
ഒരവസ്ഥ വാസ്തവത്തിൽ എൻ്റെ എഴുത്തിൽ വരുന്നു അത്ര മാത്രമേ ഉള്ളൂ. കൂടുതൽ പറയുന്നത് ശരിയല്ല, കൂടുതൽ സമയമെടുക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് നിർത്തുക. വാരിക്കുന്തവും മുളകുപൊടിയുമായിട്ടുള്ള കേരളത്തിലെ ഐതിഹാസികമായിട്ടുള്ള പുന്നപ്ര വയലാർ സമരം, അതിനെക്കുറിച്ച് വളരെ ചെറിയ ഒരു നോവൽ മാത്രമാണ് തകഴിയിൽ നിന്ന് പോലും ഉണ്ടായിട്ടുള്ളത്. ഈ സമരത്തെ മുൻനിർത്തിയുള്ള ഒരു ചിത്രം നിർമ്മിക്കുവാൻ ഒരു കുഞ്ചാക്കോ എന്ന മുതലാളി വേണ്ടി വന്നു. എന്തുകൊണ്ടാണ് ഈ ഐതിഹാസികമായ സമരത്തിന്റെ തീവ്രത ആവിഷ്കരിക്കുന്ന തരത്തിലുള്ള ഒരു നോവൽ നമുക്കിവിടെ ഉണ്ടാവാതെ പോയത്? ആരോടാണ് ചോദ്യം? ആർക്ക് വേണമെങ്കിലും പറയാം. കെ.വി. മോഹൻകുമാർ. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് എൻ്റെ ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം. അതേ ചോദ്യം തന്നെയാണ് ഞാൻ എന്നോട് ചോദിച്ചത്. എന്തുകൊണ്ടാണ് തകഴി ശിവശങ്കരപ്പിള്ളയെ പോലെ പി കേശവദേവനെ പോലുള്ള മഹാന്മാരായിട്ടുള്ള എഴുത്തുകാർ ഉണ്ടായിരുന്നിട്ടും അവർ ഈ സമരത്തിൻ്റെ പശ്ചാത്തലമൊക്കെ നേരിട്ട് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അവർ ഒരു നോവൽ എഴുതാതിരുന്നത്? അപ്പം കരപ്പുറത്ത് ജനിച്ചു വളർന്ന ഒരു എളിയ എഴുത്തുകാരൻ നിലയ്ക്ക് അവർക്ക് വേണ്ടി കൂടി ആ ദൗത്യം ഞാൻ നിർവഹിച്ചു എന്നുള്ളതുള്ളൂ. എൻ്റെ താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവും ആ നോവൽ തന്നെയാണ്.